ദക്ഷിണാമൂർത്തി സ്വാമികളുടെ റൗണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. അപ്പൊ അതിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ എസ്തർ കുട്ടിയാണ് എത്തുന്നത്. വിളിക്കാം അല്ലേ? തീർച്ചയായും വിളിക്കണം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഒരു പഴയ സിനിമയിലെ ഒരു നായികയാണല്ലോ വരുന്നത്. വിന്റേജ് ഒരു നായിക അല്ലേ? ഹലോ. ഈ ഹെയർ ബാൻഡ് എവിടുന്ന് കിട്ടി? കറക്റ്റ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഹെയർ ബാൻഡ് അത് അമ്മ തയ്ക്കാൻ പറഞ്ഞത്. തയ്ക്കാൻ പറഞ്ഞു. ഓ, അമ്മയാണ് അപ്പൊ താരം. അപ്പൊ എസ്തർ ബേബി എന്തോ ഏത് പാട്ടായിരുന്നു പാടാൻ പോന്നെ? ഊഞ്ഞാല ഊഞ്ഞാല. പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. സിനിമ വീണ്ടും പ്രഭാതം, ഇയർ 1973, മ്യൂസിക് ദക്ഷിണമൂർത്തി സാർ, ലിറിക്സ് പി ഭാസ്കരൻ മാഷ്, പാടിയത് അമ്പിളി ആന്റി. ദാസേട്ടന് പാടിയിട്ടുണ്ട്. ഞാൻ ഫീമെയിൽ വെർഷന് പഠിച്ചിട്ട്. അമ്പിളി ചേച്ചി പാടിയതാണ്. അമ്പിളി ചേച്ചി ഒരു സൂപ്പർ പാട്ടുകാരിയാണ്. അമ്പിളി ചേച്ചിയുടെ പാട്ടുകളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഇത് 1973 എന്നല്ല പറഞ്ഞേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടാണ്. 13 വയസ്സായി. 10ാം ക്ലാസ് ഈ കൊച്ചിന് ആ സമയത്ത് 3 വയസ്സാവണം. ബാക്കി എവിടെ പോയിരുന്നു? അപ്പോ കുഞ്ഞെ എന്തോ പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഊഞ്ഞാല
ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ മിക്കവാറും ഉറങ്ങിപ്പോയാൻ കേട്ടോ ഈ പാട്ട് അതെ. കേട്ടിട്ട്. എനിക്കും ഉറക്കം വന്നു. എനിക്ക് ഉറക്കം വന്നു. ഉവ്വ. മീനുട്ടിക്ക് വന്നല്ലേ? മീനൂട്ടനെ ഇവിടെ കൂർക്കം വലിക്കായിരുന്നു. അതെ, അത് കേട്ട എംജയങ്ങൾ കണ്ടില്ലേ മീനോട്ടന്റെ കണ്ണൊക്കെ കണ്ടില്ലേ? അതെ അതെ, ഉറങ്ങിയിട്ടേ ഉറങ്ങി എഴുന്നേറ്റതാ ഇപ്പൊ. ഒരു ഉറക്കച്ചടവല്ലേ? പോയി ഇത് കഴിയട്ടെ ഇനിയിപ്പോ നമുക്ക് ഒന്നിച്ചു പോയി കഴുകാലോ. ആഹാ, ഈ പാട്ട് എന്തൊരു രസമാണ്. ഞാനിങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാട്ട് കേൾക്കുന്നത് കേട്ടോ. അത് സുശീലാമ്മ പാടിയ ഒരു വേർഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. അമ്പിളി ചേച്ചി പാടിയത് ഞാൻ അധികം കേട്ടില്ല. സുശീലാമ്മ പാടിയത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നമ്മുടെ കുഞ്ഞിന്റെ ശബ്ദം ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മേളിലുള്ള, പ്രത്യേകിച്ച് മേളിലുള്ള പൈങ്കിളി പോയി മറഞ്ഞു, പടിഞ്ഞാറെ കുന്നിൽ മേളിലുള്ള ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു മുകളിലേക്ക്. ഇനി അത് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. കാരണം മുഖത്ത് സ്ട്രെയിൻ ഇല്ല, അത്രയും ഹൈ ആ പിച്ച് പാടി. പോർഷനൊക്കെ വളരെ നല്ല രസമായിട്ട് ധ്വനിച്ചു. താങ്ക് യു അത് സർ. ധ്വനിക്കണം. താങ്ക് യു അതിവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ റിസീവ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അത് സർ. ഗുഡാണ്. താങ്ക് യു സർ. ആ, പിന്നെ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് ആദ്യം പാടുമ്പോ തരിരരിര ഊഞ്ഞാല എന്ന് പാടുമ്പോ ഊഞ്ഞാല എന്ന് പാടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മെക്കാനിക്കലായി പോകും. അതെ അതെ. അല്ല, കുറച്ചും കൂടെ സോഫ്റ്റ് ആയാൽ മാത്രമേ ആ ഊഞ്ഞാലയുടെ ബ്യൂട്ടി നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഊഞ്ഞാല ഊഞ്ഞാല ഊഞ്ഞാല. ആ, ഊഞ്ഞാല. ആ, അത് ഒരുപാട് ഹസ്കി ആക്കുന്നതല്ല. ആ ലാസ് അത് ഇങ്ങനെ ഫേഡ് ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഓരോ ചരണത്തിൻ്റെ എൻഡില്ലേ, അതിൻ്റെ ആ സംഗതി കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നുന്നു. ആ, മാത്രമല്ല അത് പാടി ഇത് സംഗതിയാണേ എന്ന് പറഞ്ഞ് പാടി അവസാനിപ്പിക്കുന്ന പോലെയുണ്ട്. അങ്ങനെയല്ല, അതൊരു ഫീലിംഗ് ആയിരിക്കണം. യു മേക്ക് മീ ഫീൽ ദാറ്റ് ഫീലിംഗ്. അതാണ് ആ മ്യൂസിക്കിലുള്ളത്. കമോൺ. ഊഞ്ഞാല അത് അവിടെ സ്പീഡ് കൂടുന്നുണ്ട്. ഒരു സംഗതിയാണ്. ഒരു ഫ്ലോയില്. ഊഞ്ഞാല ഊഞ്ഞാല. അവിടെ ഇത്ര സ്പീഡ് കൂടുന്നുണ്ട് ഇടയിൽ. അതാണ് ആ, അത് ഓരോ ചോറൂണ് അതുപോലെ ചോറൂണ് പാടിയ ചോറൂണ് അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണ് വന്നിട്ടുള്ളത് 3 സ്ഥലത്ത്. ആറാട്ടിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അതെ അതെ അതെ. അല്ലിമലർക്കാവിൽ ആറാട്ടിനുള്ളത് അത് കുറച്ചും കൂടെ നന്നായിരുന്നു. പിന്നെ പൊന്നൂഞ്ഞാലാന്ന് പല്ലവിയുടെ അവസാനല്ലേ, അതെങ്ങനെയാ? താനിരുന്നാടും പൊന്നൂഞ്ഞാല. അത് കറക്റ്റ് ആവണ്ടേ? ഊഞ്ഞാല അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വരട്ടെ. ഊഞ്ഞാല. ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, മൈക്രോ ആണ്. പക്ഷെ ഇവിടെ അത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാക്രോ ആയിട്ട് നമ്മുടെ കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് എന്റെ ചെവിയുടെ പ്രശ്നമാണോ നമ്മുടെ ചെവിയുടെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ എല്ലാവരുടെയും ചെവിക്ക് ഒരേ പ്രശ്നമാണ്. ഒരേ പ്രശ്നം വന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. മീനൂട്ടനും തോന്നാ ഉറക്കത്തിൽ നിന്നല്ലേ? മീനൂട്ട ഉറങ്ങി എണീറ്റതേ ഉള്ളൂ, കണ്ണുണ്ടോ? അതെ അതെ അതെ. മീനൂട്ടനോട് ഊഞ്ഞാല ഇല്ല, ഞാൻ ഉറങ്ങിപ്പോയി. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ട്. അതെ. അപ്പൊ ദാറ്റ്സ് ഇറ്റ് കേട്ടോ. ഓക്കെ, എത്ര കുട്ടാ എന്തോ നന്നായിരുന്നു. താങ്ക് യു സർ. പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടമായി പാടിയത്. താങ്ക് യു സർ. ഇപ്പൊ എംജയങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, ഇനി അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. താങ്ക് യു സർ. കേട്ടോ. പിന്നെ റേഞ്ച് ഒരു പ്രശ്നമേ അല്ല. റേഞ്ച് ഒരു പ്രശ്നമേ അല്ല. ആ ഹൈ പിച്ച് നല്ല. ഇത് എത്രയാ, ഏത് പിച്ചിലാ പാടിയ? ഇ. ഒറിജിനൽ ഏതാ? ഈനല്ലേ? ആ കണ്ട, ആ ഹൈ പിച്ചിൽ പാടിയപ്പോ നല്ല പളുങ്ക് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അതെ 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 അതെ, നല്ല രസമായിരുന്നു. ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു മുകളിലേക്ക്. ഇനിയും മുകളിലേക്ക് പാടാൻ പറ്റും തോന്നുന്നു അല്ലേ? ഹൈ പിച്ച്. ആ, മുഖത്തൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല ആ ഹൈ പിച്ച് പാടുമ്പോൾ. കൊള്ളാം.
താങ്ക് യു സർ അടിപൊളി, ഉഗ്രനായിട്ടുണ്ട്. താങ്ക് ഈ യു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ സംഗതികള് തുമ്പക്കുടത്തിന്മേൽ ഊഞ്ഞാല, ചോറൂണ്, ആറാട്ട്, ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ ആദ്യത്തെ ഇത് പറഞ്ഞില്ലേ, ആഡ്ലിബില് സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ബ്യൂട്ടിഫിക്കേഷൻ, അതിനെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യണം. ഫിനിഷിങ് സ്റ്റഡി ആയിട്ട് നിന്നാൽ അതിന് ഫീൽ ഉണ്ടാവില്ല. അതാണ് കേട്ടോ, അത്രേ ഉള്ളൂ. താങ്ക് യു സർ വെരി ഗുഡ്. താങ്ക് യു. എസ്തർ ബേബി, എന്തോ ബ്രെത്തിന്റെ പ്രാക്ടീസ് നമുക്ക് ചെയ്തു തുടങ്ങണം കേട്ടോ. ചെയ്യാറുണ്ടോ ഇപ്പൊ? ആ. എന്താ ചെയ്യണേ? സസ്റ്റെയിൻ നോട്ട്സ് സസ്റ്റെയിൻ നോട്ട്സ് ചെയ്യും. എനിക്കൊന്ന് കുറച്ചും കൂടെ അതിന്റെ പ്രാക്ടീസ് ഒന്നും കൂടെ ഒന്ന് ബലമാക്കാനുണ്ട് നമുക്ക് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. കാര്യമായിട്ട് അതാണ് പറയാൻ ഫീൽ ചെയ്തത്. മുഴുവൻ പാട്ട് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. MJ സാർ പറഞ്ഞു, മധുചേട്ടൻ പറഞ്ഞു, അതേ കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ ആഡ് ഓൺ നമുക്ക് ബ്രെത്തിന്റെ എക്സസൈസസ് കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്ത് ലോവർ നോട്ട്സ് ഒക്കെ കുറച്ചുകൂടെ കിട്ടുമോ എന്നുള്ള പോലെ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാൻ തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ വരികളുടെ എൻഡ് ആകുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു ഷേക്ക്, അതെല്ലാം ബ്രെത്തിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ പിച്ച് കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നി. എന്താ പറയാ, നല്ല ബ്രൈറ്റ് ആണ് ശബ്ദം മേളിലേക്ക് എത്തുമ്പോഴത്തേക്ക്. അപ്പൊ ആ ബ്രൈറ്റ്നെസ് എൻറ്റയർ പാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു കേൾക്കാന്ന് ഫീൽ ചെയ്തു കേട്ടോ. ബാക്കി ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല കോസ്റ്റ്യൂം, നല്ല ആലാപനം, പിന്നെ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. മിടുക്കി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എസ്തർ കുട്ടി, എന്തോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കുറച്ച് പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇന്ന് കിട്ടുന്ന മാർക്ക് 96.5 out of 100. താങ്ക് യു സർ. അപ്പൊ എസ്തർ കുട്ട എന്തോ പോയിരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്യാ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ബൈ.